കാലത്ത് തന്നെ എങ്ങോട്ട് പോയതാ നീ പതിവില്ലാതെ? ഒന്നും പറയണ്ട എന്റെ അമ്മേ, ബിസിനസിന്റെ ഓരോ ടെൻഷനേ. ഒരു കലം പഴങ്ങഞ്ഞിക്കുള്ള വിശപ്പുണ്ട്. വാ. ആ കുട്ടി ഇപ്പൊ വിളിച്ചിരുന്നു. ഏത് കുട്ടി? അറിയാത്ത പോലെ ആ ഗായത്രി. എന്നിട്ട് ഫോൺ എടുത്ത് എന്താ മോളേന്ന് ചോദിച്ചതും അലമുറയിട്ട് ഒരേ കരച്ചില്. എന്തിന്? എന്തോ കമ്പ്യൂട്ടർ കേടാക്കിയെന്നോ സർവീസ് ചെയ്യണമെന്നോ അതൊക്കെ സാധാരണമല്ലേന്ന് ചോദിച്ച് കരച്ചില് നിർത്താൻ പറഞ്ഞു ഞാൻ. വേറെ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു, നിനക്കിത്തിരി കൂടുന്നുണ്ടെന്ന്. നീ എങ്ങോട്ടാ? കടയിലേക്ക്. പഴങ്കഞ്ഞി കുടിക്കണ്ടേ? വേണ്ട, അല്ലാതെ തന്നെ വയറ് നിറഞ്ഞു. ഇത് പുതിയ ഫാഷനാ ഗോവിന്ദ. ഈ കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടർ കേടായി എന്ന് പറയായിരുന്നു. അതിൽ തെളിക്കാൻ എന്തോന്ന്? ഫോൺ ചെയ്തിട്ടുണ്ട്, സർവീസ് ചെയ്യാൻ ആളിപ്പോ വരും. അല്ലേ ഗായത്രി? ഗോവിന്ദ, നമുക്ക് 1-2 കമ്പ്യൂട്ടർ കൂടി മേടിച്ചാലോ? സൗകര്യം പോലെ മാറി മാറി ഉപയോഗിച്ച് കേടാക്കാമല്ലോ. എനിക്ക് സംശയിക്കണ്ട, ഒരച്ചു നോക്കാൻ എനിക്കും വേണം ഒരു കമ്പ്യൂട്ടർ. ഗോവിന്ദേട്ടാ, തൽക്കാലം ഞാൻ ഈ കേടാക്കിയ കമ്പ്യൂട്ടറിലൊന്ന് പഠിച്ചോട്ടെ. കൊച്ചച്ച, എന്താ ഗോവിന്ദേട്ടൻ ഒരു മ്ലാനത? കമ്പ്യൂട്ടർ കേടാക്കി. അത്രേ ഉള്ളു. സത്യത്തിൽ ഒരു കമ്പ്യൂട്ടർ മാറ്റ് സംസാരിക്കാൻ വേണ്ടി തന്നെയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. പറ്റിയ സമയം ചെല്ലേ. പഞ്ചമി ബാർ എന്ന് കോട്ടർ പൊതിഞ്ഞെന്ന പേപ്പറിൽ കണ്ട കമ്പ്യൂട്ടർ പരസ്യമാ. പയ്യെ തിന്നാ പനയും തിന്നാം. വിപ്രോ കമ്പ്യൂട്ടേഴ്സ് ഒരുക്കുന്ന ത്രിദിന പരിശീലന കളരി. കൈ കിട്ടിയ ഒരു കമ്പ്യൂട്ടർ കേടാക്കാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഒരു പുതിയ ടെക്നിക്. ശ്രദ്ധിക്കൂ. ആദ്യ ധൃതി അധ്യാപത്ത്. അഴകേറിയ ഒരു കമ്പ്യൂട്ടറിന്റെ അവയവങ്ങൾ അതിലോലമാണ്. അതിനാൽ നമ്മൾ തൊടുന്നതിന് മുമ്പ് കമ്പ്യൂട്ടറിന്റെ ഒരു പെർമിഷൻ വാങ്ങിക്കണം. കമ്പ്യൂട്ടർ റെഡിയാണോ എന്നറിയണം. ശേഷം മെല്ലെ മെല്ലെ ഒരു തൊട്ടൽ, ഒരു തലോട്ടൽ. അതായത് മധുരമായ മൃദുലമായ ഒരു തൂവൽ സ്പർശം. ഗോവിന്ദേട്ടൻ എന്താ ഇങ്ങനെ? ഗോവിന്ദൻ ഇങ്ങനെ അല്ല, ഗോവിന്ദൻ ഇങ്ങനെ അല്ല. ഇങ്ങനെ പാലൊഴിച്ച് മദ്യം കുടിക്കുന്നതിന്റെ പൊരുളാണ് എനിക്ക് മനസ്സിലാവാത്തത്. രാമായണം മദ്യകാന്ഡം വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതിൽ രാവണനും ഇങ്ങനെയാണ് മദ്യം സേവിച്ചിരുന്നത്. 10 തലയുള്ള രാവണന്റെ ബുദ്ധിയല്ലേ, വിഷം കുറയും ഉന്മേഷം കൂടും. അല്ല, നാളെ ഇതുവരെ ഒരു ക്വാർട്ടർ കുതിരം പോലും വാങ്ങിത്തരാത്ത നീ ഒരു ഫുൾ ബോട്ടിൽ സ്കോച്ച് വിസ്കി വാങ്ങിത്തത് ഇങ്ങനെ കുടിപ്പിക്കുന്നതിന്റെ പൊരുളാണ് എനിക്ക് പിടികിട്ടാത്ത. അത് എന്റെ ധർമ്മസങ്കടം കൊണ്ടാ. കൊച്ചനോടല്ലാതെ ഞാനിത് മറ്റാരോട് പറയും? ഓ, കൂൾ ഡൗൺ മൈ ബോയ്. എന്തായാലും ഈ കൊച്ചിനോട് തുറന്നു പറ. പിന്നെ അത് പറയടാ, നിനക്ക് എന്നെ 22 കാരറ്റ് പോലും വിശ്വസിക്കാം. അത് മറ്റൊന്നുമില്ല, നിങ്ങളെല്ലാം കരുതുന്ന പോലെ ഞാൻ ഈ കമ്പ്യൂട്ടർ കേട്ടോ. പിന്നെ അങ്ങനെ ഒന്നുമില്ല, ഒന്ന് തൊട്ടു, അത്രേ ഉള്ളൂ. ഏയ്, തൊട്ടോണ്ടൊന്നും കുഴപ്പം വരില്ല. നീ പ്രോഗ്രാം ചെയ്യാൻ ശ്രമിച്ചു കാണും. ഛേ, ഇത്ര ചീപ്പായിട്ടാണോ കൊച്ചൻ എന്നെ കണ്ടിരിക്കുന്നത്? സത്യമായിട്ടും ഒന്ന് തൊട്ടതേ ഉള്ളൂ. ദാ ഇങ്ങനെ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. കമ്പ്യൂട്ടറിലല്ല പിടിച്ചത്. ഗോവിന്ദ, നീ അവളുടെ സോഫ്റ്റ്വെയറിൽ തൊട്ടു അല്ലേ? കൊച്ചൻ ഞാൻ വേണ്ട, നിന്റെ ഒരു വേർഡ് സ്റ്റാർ എനിക്ക് കേൾക്കണ്ട. എന്തായാലും നീ ചെയ്ത ഫ്ലാപ്പി ആയിപ്പോയി, ഫ്ലാപ്പി. എടാ, നിനക്കറിയോ, ഇന്ന് വരെ ഈ കൊച്ചനൊരു മോണിറ്റർ പോലും നോക്കിയിട്ടില്ല. പോട്ടെ, കീബോർഡിൽ പോലും തൊട്ടിട്ടില്ല. വിൻഡോസിലൂടെ നോക്കുമ്പോൾ നല്ല ചിപ്സ് പോലുള്ള പെമ്പിള്ളേർ എനിക്ക് പവർ കോഡ് കാട്ടി തന്നിട്ടുണ്ട്. എന്തിന്, UPS വരെ കാട്ടി തന്നിട്ടുണ്ട്. ഈ കൊച്ചൻ വീണിട്ടില്ല. പക്ഷെ നീ അവളുടെ കോബോൾ കണ്ടപ്പോ മയങ്ങിപ്പോയി. ഇതങ്ങനെ ഒന്നുമല്ല, എനിക്ക് ഗായത്രി ഇഷ്ടം. ഓ, പ്രേമം. ഗോയിത, ഈ പ്രേമം എന്ന് പറയുന്ന Y2K പ്രോബ്ലം പോലെയാണ്, പിടികിട്ടാത്തൊരു സമസ്യ. പലരും ഇന്റർനെറ്റിലൂടെ പ്രേമിക്കുന്ന ഈ നൂറ്റാണ്ടിൽ വിവരമില്ലാത്ത നിന്റെ പൈങ്കിളി പ്രേമത്തിന് ഒരു പാസ്വേഡ് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗായത്രിയെ കെട്ടാൻ തന്നെ എന്റെ തീരുമാനം. ആഹാ, അപ്പൊ നീ ഫീഡ് ചെയ്ത് കഴിഞ്ഞു. ഗോവിന്ദ, ഒരു കമ്പ്യൂട്ടർ മെഷീനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു പെണ്ണിന്റെ മനസ്സ്. ആദ്യം നീ അത് പഠിക്കണം. ചില കമ്പ്യൂട്ടർ പോലെ അവളുടെ മനസ്സിലും വൈറസ് ഉണ്ടോന്ന് ആൾക്കറിയാം. ആദ്യം നീ അത് സ്കാൻ ചെയ്യും. എന്നിട്ടും മതി നിന്റെ ലവ് അപ്ലൈ ചെയ്യുന്നതും പ്രോഗ്രാം ചെയ്തതും പ്രിന്റ് ഔട്ട് എടുക്കുന്നതും ഒക്കെ. ഓക്കെ? അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കൈനറ്റിക് ഹോണ്ടയൊക്കെ ചോദിച്ചാ ഇതാ ഞാൻ പറഞ്ഞത്. മുതലാളി വേറെ, ഭാവി ഭർത്താവ് വേറെ. നോക്ക് കോയിന്നേട്ടാ,
എനിക്ക് കൈനറ്റി കൊണ്ട വാങ്ങിച്ചു തന്നാ ഞാൻ തരുന്നത് എന്റെ ജീവിതം തന്നെയായിരിക്കും. എങ്കി വാ. ആ നോക്കുള്ളൂ മാഡം, അതൊരു മില്ലീനിയം മോഡലാ. ഒരു കൈനറ്റിക് കോണ്ടയ്ക്ക് എന്ത് വില വരും? വെറും 34,987 രൂപ. വെറും. ഗായത്രി, നമുക്ക് സുന്ദരമായ ഒരു സ്കൂട്ടിയോ സണ്ണിയോ സ്പിരിറ്റോ TVS ചാമ്പോ അങ്ങനെ വല്ലതൊക്കെ പോരെ? പോരെ ഗോവിന്ദേട്ടാ, അതൊന്നും എനിക്ക് ചേരില്ല. അത് ശരിയാ. ഏത്? അല്ല, ഈ കുട്ടിക്ക് കൈനറ്റിക് കോണ്ട തന്നെയാ ചേരുന്നത്. മോനെ, ഓ കച്ചവടം ഗോവിന്ദനെ പഠിപ്പിക്കില്ലേ? ഇവിടെ വൈറ്റ് ഇല്ലേ? എനിക്ക് വെള്ള കളറാ ഇഷ്ടം. വെള്ള കളർ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഉണ്ട് മാഡം, ദേ അവിടെ ഇരിക്കുന്നു. അതിന് ഗായത്രിക്ക് ഓടിക്കാൻ അറിയോ? അറിയാം, എനിക്ക് ലൈസൻസ് ഉള്ളതല്ലേ. അല്ലെങ്കിൽ തന്നെ അതിന് ഗിയർ ഇല്ലല്ലോ, സൈക്കിൾ ബാലൻസ് അല്ലേ. ഈശ്വര, ഗിയർ ഇല്ലാത്ത ഓരോ വണ്ടികൾ ഇറക്കി മനുഷ്യനെ. എനിക്ക് ഇത് മതി ഗോവിന്ദേട്ടാ. തീരുമാനിച്ചല്ലോ. എനിക്ക് തോന്നി കുട്ടിക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന്. ഹലോ, നീ വന്നേ. പിന്നെ ഇത് ആർക്കും കൊടുത്തു പോരുത്, സൂക്ഷിച്ചു വെച്ചേക്കണം. ഗായത്രി, നമുക്കിത് മറ്റൊരു ദിവസം വന്നെടുക്കാം. കൊടുക്കാനുള്ള അത്രയ്ക്ക് ക്യാഷ് ഇപ്പൊ കയ്യിലുണ്ടാവില്ല. അയ്യോ, അതൊന്നും ഒരു പ്രശ്നമല്ല. സാർ ഒരു ചെക്ക് ഇങ്ങോട്ട് കൊടുത്താച്ചാ മതി. ഞങ്ങൾക്ക് സാറിന് അത്ര വിശ്വാസമാ. എങ്കിൽ മിഴിച്ചേക്കാതെ വേഗം ബില്ലെഴുതടാ. സന്തോഷമായല്ലോ. പകരം ഗായത്രിയുടെ ജീവിതം തന്നെ എനിക്ക് തരുമല്ലോ.